അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ, അഖ്ലാഖിൻ്റെ പരീക്ഷ നാളെയാണ്. ഇപ്പോൾ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2024, 23 നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ 2022 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യോജിച്ചവ ചേർക്കാം. അപ്പോൾ ഇവിടെ ഉത്തരങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഇവിടുന്ന് എടുത്തെഴുതാനാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരദൂഷണം, സഹായിക്കരുത്, ഏഷണി. ഏതാ ഉത്തരം? ഏഷണിയാണ് അല്ലേ? അപ്പോൾ ഏഷണി ഇങ്ങോട്ട് എഴുതുക. അടുത്ത ഗൈബത്ത്. ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരദൂഷണം. അടുത്ത ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത് അല്ലേ? അടുത്ത് ഔലിയാക്കളുടെ നേതാവ്. ഔലിയാക്കളുടെ നേതാവ് ആരാണ്? അഷ്ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു. അടുത്തത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ ഡാഷ് അഹ്സനുഹും ഖുലുഖ. 6 സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് പൂർത്തിയാക്കാം. പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടന്നുറങ്ങരുത്. അടുത്ത് ഉറക്കം ഒരു പകുതി ഡാഷ് മരണമാണ്. 3 പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. അടുത്ത് കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കണം. സ്വയം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. ഇവിടെ ഈ ചോദ്യത്തിന് നമ്മൾ സ്വയം നിയന്ത്രിക്കണം എന്ന് എഴുതിയാലും ഇനി തൊട്ട് താഴെ ഇവിടെ ഉണ്ട് ഒരു ഉത്തരം. കോപം വരുമ്പോൾ നാം നിയന്ത്രിക്കാൻ ശീലിക്കണം. ഇതെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എഴുതിയാലും മാർക്ക് കിട്ടും. രണ്ടും ശരി തന്നെയാണ് ഉത്തരം. അടുത്ത ചോദ്യം. നമീമത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ്. ഇതിനൊക്കെ 2 മാർക്കേ ഉള്ളൂ ഓരോ ചോദ്യത്തിന്. അടുത്ത ഭക്ഷണത്തിൻ്റെ മര്യാദകൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഭക്ഷണത്തിൻ്റെ മര്യാദകൾ, ഇരുന്ന് കഴിക്കണം ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ലോണം പറഞ്ഞതാണ്. എല്ലാവരും കണ്ടവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എഴുതാൻ എങ്ങനെ പഠിക്കുക, ബിസ്മി ചൊല്ലുക, ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ടാവുക, അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത ചോദ്യം. സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ. 2 എഴുതാനാണ്. സ്ത്രീകൾക്ക് നിഷിദ്ധമായ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് നിഷിദ്ധമായത്: സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം, വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് ഹറാമായ കാര്യങ്ങൾ. അടുത്തത് ഉറക്കിൻ്റെ മര്യാദകൾ. ഉറങ്ങുമ്പോൾ ഉള്ള മര്യാദ. അപ്പോൾ നമ്മൾ 2-3 മര്യാദകൾ നമുക്ക് ഈ പാഠത്തിൽ, ഈ അഖ്ലാഖിൽ പഠിക്കാനുണ്ട് ഈ പരീക്ഷയ്ക്ക്. ഉറക്കിൻ്റെ മര്യാദകൾ: മിസ്വാക്ക് ചെയ്യുക, വുളു എടുക്കുക, ഇങ്ങനെ എടുക്കുക എന്നൊക്കെ എഴുതാൻ ശ്രദ്ധിക്കുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അങ്ങനെ പിന്നെ സുബ്ഹാനല്ലാഹ് 33 ഒക്കെ, പിന്നെ ആയത്തുൽ കുർസി ഓതുക, കിടക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക, അങ്ങനെ കുറച്ചുണ്ട്. നമുക്ക് എളുപ്പമുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. അടുത്തത് പഠനശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കാണ്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. അടുത്തത് അള്ളാഹു പരലോക ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ആരെയാണ്? പരലോക ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാക്കും. അതാരെയാണ്? ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും. ആരെയാണ്? ദേഷ്യം നിയന്ത്രിച്ചവനെ. അടുത്തത് പിശാചിൻ്റെ സ്വഭാവമാണത് ഏത്? അതേതാ പിശാചിൻ്റെ സ്വഭാവമാണത് ഏത്? കുറേ സ്വഭാവങ്ങൾ പിശാചിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ നമുക്ക് പറയാൻ കിട്ടൂല അല്ലേ? ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും പിശാചിൻ്റെ സ്വഭാവമാണ്. ഇടത് കൈ കൊണ്ട് തിന്നുക, കുടിക്കുക, അതാണ് പിശാചിൻ്റെ സ്വഭാവം. അടുത്ത ചോദ്യം.
മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമായ തെറ്റ് ഏതാണ്? അത് വളരെ സിമ്പിളാണ് അല്ലേ, ഗീബത്ത് പറയൽ. അടുത്ത പാഠം, അടുത്ത ചോദ്യം ക്രമത്തിലാക്കാം. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ റദ്ദല്ലാഹു അൻ വജ്ഹിൻ നാറ മൻ റദ്ദ അൻ ഇർളി അഖീഹി. തുടക്കം ഇതാണ് അല്ലേ, ഫസ്റ്റ് ഖാലൻ നബി സല്ലല്ലാഹു, അതെല്ലാവർക്കും അറിയായിരിക്കും. രണ്ടാമത്തെ എന്താണ്? മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിൻ നാറ യൗമൽ ഖിയാമ. അടുത്തത് കോളങ്ങൾ പൂർത്തിയാക്കാം. ഇത് 2022 പരീക്ഷ ആയതുകൊണ്ട് ഒരുപാട് സിമ്പിളാണ്. കാരണം അന്ന് കൊറോണ ആയതുകൊണ്ട് പൊതുവെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ, ഈ 2022 ചോദ്യപേപ്പർ കണ്ടിട്ട് 2025 പരീക്ഷ സിമ്പിളാവുന്ന ആരും വിചാരിക്കേണ്ട, കുറേ പഠിക്കാനുണ്ട്. കോളങ്ങൾ പൂർത്തിയാക്കാം. ഞാൻ എന്നും രാവിലെ മിസ്വാക്ക് ചെയ്യും. അപ്പോൾ രാവിലെ നിങ്ങൾ ചെയ്യുന്ന വേറെ എന്തെങ്കിലും 3 എഴുതണം. 1, 2, 3 എഴുതണം. അത് നമ്മൾ പുസ്തകത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഞാനെന്നും വുളൂ ചെയ്ത് നിസ്കരിക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, മദ്രസയിൽ പോകും. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ എഴുതാൻ കഴിയുന്നത് അത് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.